നാരായണ 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 നാരായണ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. ശ്രീകൃഷ്ണായ നമഃ. സജ്ജനങ്ങളെ, നമ്മൾ ശ്രീമദ് ഭാഗവതത്തിൻ്റെ 1-ാം സ്കന്ധത്തിലെ 9-ാം അധ്യായത്തിലെ ആദ്യ ശ്ലോകങ്ങളെയാണ് കഴിഞ്ഞ തവണ വിലയിരുത്തിയത്. ഇന്ന് 6-ാമത്തെ ശ്ലോകം തൊട്ടാണ് നമ്മൾ വിചാരം ചെയ്യുന്നത്. ഇവിടെ സന്ദർഭം നമുക്ക് ഒന്നുകൂടി ഓർത്തെടുക്കാം. ശ്രീകൃഷ്ണ ഭഗവാൻ യുധിഷ്ഠിര മഹാരാജാവിനെ, പാണ്ഡവജ്യേഷ്ഠനായിട്ടുള്ള യുധിഷ്ഠിരനെ, കുരുക്ഷേത്രത്തിൽ വീണ് കിടക്കുന്ന ഭീഷ്മ പിതാമഹന്റെ അരികിലേക്ക് കൊണ്ടുവരികയാണ്. അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ള പലതരം സംശയങ്ങളെയും ഉള്ളിലുള്ള വ്യാകുലതകളെയും താൻ നിമിത്തം എത്രയോ അക്ഷൗഹിണി കണക്കിന് വരുന്ന സൈനികർ, ക്ഷത്രിയന്മാർ മരിച്ചു പോയത് കൊണ്ട് ഉണ്ടായ വലിയ ഹിംസ, ആ ഹിംസയിൽ നിന്നും അദ്ദേഹത്തിൻ്റെ മനസ്സിൻ്റെ വ്യാകുലതകളെ മോചിപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അതിനെ നീക്കാൻ വേണ്ടിയിട്ട്, അദ്ദേഹത്തിന് മനസ്സിന് സന്തോഷം നൽകാൻ വേണ്ടിയിട്ട് ഭീഷ്മരുടെ അടുത്തേക്ക് കൊണ്ടുവരികയാണ്. അവിടെ ആരൊക്കെ അദ്ദേഹത്തിൻ്റെ കൂടെ, ഭഗവാൻ അവിടെ വന്ന സമയത്ത് ഭഗവാൻ ഭീഷ്മർക്ക് ഉപദേശം നൽകാനുള്ള ശക്തിയും തൻ്റെ ചൈതന്യവും അദ്ദേഹത്തിൻ്റെ വാക്ക്, അതിന് യാതൊരു തടസ്സവുമില്ലാതെ വാക്കുകൾ പ്രവഹിക്കുന്നതിന് വേണ്ടിയിട്ടും, ദാഹം, വിശപ്പ്, ശരീരവേദന മുതലായവ തോന്നാതിരിക്കാൻ വേണ്ടിയിട്ടും ഭഗവാൻ അദ്ദേഹത്തിന് വരം കൊടുത്തു എന്ന് ശ്രീ മഹാഭാരതത്തെ ഉദ്ധരിച്ചുകൊണ്ട് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. ഇനി അവിടെ ആരൊക്കെ വന്നു ചേർന്നു എന്ന് നോക്കാം നമുക്ക്. ഈ ഉപദേശം ചരിത്ര പ്രസിദ്ധമാണ്, പുരാണ പ്രസിദ്ധമായ ഉപദേശമാണ്. ശാന്തിപർവം, അതുപോലെ അനുശാസന പർവം, ഈ 2 പർവ്വങ്ങളിലായിട്ട് കിടക്കുന്ന ഭീഷ്മരുടെ അതിബൃഹത്തായ ഉപദേശങ്ങളാണ്. ഭീഷ്മരുടെ കീർത്തി വർദ്ധിക്കുന്നതാണ് ഈ ഉപദേശം എന്നുള്ളത് കൊണ്ട് അവിടെ പാണ്ഡവന്മാരോടൊപ്പം മറ്റ് രാജാക്കന്മാരും, അതുപോലെ നിരവധി മഹർഷീശ്വരന്മാർ, ദേവർഷിമാർ, ബ്രഹ്മർഷിമാർ, രാജർഷിമാർ, ഇത് 3ഉം തമ്മിലുള്ള വ്യത്യാസവും ഞാൻ കഴിഞ്ഞ തവണ പറഞ്ഞു. ഇവരൊക്കെ അവിടെ വന്നു ചേർന്നു എന്നാണ്. ദ്രഷ്ടും ഭരതപുങ്കവും, ഭരതവംശികളിൽ ശ്രേഷ്ഠനായിട്ടുള്ള ആ ഭീഷ്മരെ കാണാൻ വേണ്ടി കൂടിയാണ് അവർ വന്നത്. ആരൊക്കെ വന്നു എന്നാണ് അടുത്ത 3 ശ്ലോകങ്ങളിലായിട്ട്, 6, 7, 8 ശ്ലോകങ്ങളിലായിട്ടാണ് പറയുന്നത്. ആ 3 ശ്ലോകങ്ങളും ഒന്നിച്ച് നമുക്ക് വിചാരം ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം ഒരുമിച്ചാണ് അവയെ അന്വയിക്കേണ്ടത് എന്നുള്ളതുകൊണ്ട്. പർവ്വതോ നാരദോ ധൗമ്യോ ഭഗവാൻ ബാദരായണ ബൃഹദശ്വോ ഭരദ്വാജ സശിഷ്യോ രേണുകാസുത വസിഷ്ഠ ഇന്ദ്രപ്രമഥസ്ത്രിതോ ഗൃത്സമദോസിത കക്ഷീവാൻ ഗൗതമോത്രിശ്ച കൗശികോഥ സുദർശന അന്യേ ച മനയോ ബ്രഹ്മൻ ബ്രഹ്മരാതാദയോ മലാ ശിഷ്യൈരുപേത ആജഗ്മു കശ്യപാംഗിരസാദയ. പർവ്വതോ നാരദോ ധൗമ്യോ ഭഗവാൻ ബാദരായണ ബൃഹദശ്വോ ഭരദ്വാജ സശിഷ്യോ രേണുകാസുത വസിഷ്ഠ ഇന്ദ്രപ്രമദസ്ത്രിതോ ഗൃത്സമദോസിത കക്ഷീവാൻ ഗൗതമോത്രിശ്ച കൗശികോഥ സുദർശന അന്യേ ച മനയോ ബ്രഹ്മൻ ബ്രഹ്മരാതാദയോ മലാ ശിഷ്യൈരുപേത ആജഗ്മു കശ്യപാംഗിരസാദയ. പർവ്വതഃ നാരദഃ ധൗമ്യഃ ഭഗവാൻ ബാദരായണഃ ബൃഹദശ്വഃ ഭരദ്വാജഃ സശിഷ്യഃ രേണുകാസുതഃ വസിഷ്ഠഃ ഇന്ദ്രപ്രമഥഃ ത്രിതഃ ഗൃത്സമദഃ അസിതഃ കക്ഷീവാൻ ഗൗതമഃ അത്രിഃ ച കൗശികഃ അഥ സുദർശനഃ അന്യേ ച മുനയഃ ബ്രഹ്മൻ ബ്രഹ്മരാതാദയഃ അമലാഃ ശിഷ്യൈഃ
ഉപേതാഹ ആജഗ്മുഹു കശ്യപാങ്കിരസാദയ. ഇങ്ങനെ ആ വാക്കുകളെ പദങ്ങളെ നമുക്ക് പിരിച്ചു വയ്ക്കാം. ഇതിൽ അന്വയം വളരെ ലളിതമാണ്. സശിഷ്യ രേണുകാസുത അന്യേ മുനയ ച അമലാഹ ബ്രഹ്മരാതാദയ പർവത നാരദ ധൗമ്യ ഭഗവാൻ ബാദരായണ ബൃഹദശ്വ ഭരദ്വാജ വസിഷ്ഠ ഇന്ദ്രപ്രമഥ ത്രിത കൃത്സമദ അസിത കക്ഷീവാൻ ഗൗതമ അത്രി കൗശിക സുദർശന കശ്യപാങ്കിരസാദയ ശിഷ്യൈ ഉപേതാഹ ആജഗ്മുഹു എന്നുള്ള ആ ഒരു ക്രിയ അത് അവസാനം വെച്ചിട്ട് നിരവധി മഹർഷിമാരുടെ പേരാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതിൽ ചില മഹർഷിമാർക്ക് ചില വിശേഷണങ്ങൾ ചേർത്ത് പറഞ്ഞു. രേണുകാസുത എന്ന് വെച്ചാൽ നമുക്കറിയാം രേണുകയുടെ മകനായിട്ടുള്ള പരശുരാമൻ. ആ പരശുരാമനെ കുറിച്ച് പറയുമ്പോൾ അവിടെ സശിഷ്യ എന്ന് പറഞ്ഞതുകൊണ്ട് ശിഷ്യൈഹി സഹ എന്നർത്ഥം. ശിഷ്യന്മാരോടൊപ്പം പരശുരാമൻ. അന്യേ മുനയ ച മറ്റ് മുനിമാരും. പിന്നെ ബ്രഹ്മരാതാദയ അതിൻ്റെ കൂടെ അമലാഹ എന്ന് ചേർത്തു. അമലന്മാരായിരിക്കുന്ന നിഷ്കളങ്കരായിട്ടുള്ള, അതായത് ഒരു തരത്തിലും കളങ്കലേശമില്ലാത്തതായ ബ്രഹ്മരാധ എന്ന് വെച്ചാൽ സാക്ഷാൽ ശ്രീശുഖൻ തന്നെയാണ് ബ്രഹ്മരാധൻ എന്ന് അറിയപ്പെടുന്നത്. അത് ഭാഗവതത്തിൽ ഈ നാമം ശുഖന്റെ പര്യായമായിട്ട് വേറെയും ഇതേ പദം വേറെ ഇടങ്ങളിലും പ്രയോഗിച്ചിട്ട് കാണാൻ സാധിക്കും. ബ്രഹ്മരാധ. അപ്പോൾ ബ്രഹ്മരാധൻ മുതലായിട്ടുള്ള അമലന്മാരായിട്ടുള്ള പവിത്രന്മാരായിരിക്കുന്ന ഋഷിമാരും. പർവ്വത നാരദ. പർവ്വതനും നാരദനും എപ്പോഴും ഒരുമിച്ച് നടക്കുന്ന വളരെ അടുത്ത കൂട്ടുകാരായിട്ടുള്ള രണ്ട് ഋഷിമാരാണ് എന്ന് മറ്റു പുരാണങ്ങളിലൊക്കെ ധാരാളമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ധൗമ്യ. മഹാഭാരത പ്രസിദ്ധനായിട്ടുള്ളൊരു ഋഷിയാണ് ധൗമ്യൻ. പാണ്ഡവന്മാരുടെ ഗുരുവായിട്ട്, അവരുടെ പുരോഹിതനായിട്ട് അവർ ഏകചക്രയിൽ വസിക്കുന്ന ആ കാലത്ത്, അതായത് അരക്കിലത്തിൽ അവർക്ക് ഉണ്ടായ ആ ഒരു ദുഃഖം, അതിനുശേഷം അവർ അവിടുന്ന് നാട് വിട്ട് കാടുകളിലൊക്കെ സഞ്ചരിച്ച സമയത്ത് ഗന്ധർവന്മാരുടെ ഉപദേശപ്രകാരം ആണ് ധൗമ്യനെ എന്നും പുരോഹിതനായിട്ട് കൊണ്ടു നടന്നത്. വനവാസകാലത്തും ധൗമ്യൻ അവരുടെ കൂടെ ഉണ്ടായിരുന്നു. ഭഗവാൻ ബാദരായണ. ബാദരായണൻ എന്ന് വെച്ചാൽ ബദരികാശ്രമത്തിൽ അയനം ചെയ്യുന്നവനായ സാക്ഷാൽ വേദവ്യാസനാണ്. അദ്ദേഹത്തിന് ഭഗവാൻ എന്ന ഒരു വിശേഷണം ചേർത്തിട്ടുണ്ട്. അദ്ദേഹം ഭഗവാന്റെ ജ്ഞാനകലയായതുകൊണ്ട്, അവതാരമായതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. ബൃഹദശ്വൻ. മഹാഭാരത പ്രസിദ്ധനായ ഒരു ഋഷിയാണ്. ഭരദ്വാജൻ. മഹാഭാരതത്തിലും രാമായണത്തിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു ഋഷിയാണ്. വസിഷ്ഠൻ. ഇന്ദ്രപ്രമഥൻ. ത്രിതൻ. ഗൃത്സമദൻ. അസിതൻ. കക്ഷീവാൻ. ഗൗതമൻ. അത്രി മഹർഷി. കൗശികൻ. കൗശികൻ എന്ന് വെച്ചാൽ വിശ്വാമിത്രൻ്റെ ഒരു പര്യായമായിട്ട് അത് ഉപയോഗിക്കാറുണ്ട്. അതേസമയത്ത് കുശിക ഗോത്രത്തിൽ ജനിച്ച മറ്റ് ബ്രാഹ്മണർ മഹർഷിമാർക്കൊക്കെ തന്നെ കൗശികൻ എന്ന പേരുണ്ട്. വനപർവ്വതത്തിൽ തന്നെ നമ്മൾ കൗശികന് ആണ് ധർമ്മവ്യാധൻ ഗീത ഉപദേശിച്ചത്. അത് വിശ്വാമിത്രനാണ് എന്ന് തെറ്റിദ്ധരിച്ചു പോകരുത്. അത് വിശ്വാമിത്രനല്ല. ഇവിടെ കൗശികൻ എന്ന് പറഞ്ഞതുകൊണ്ട് അത് വിശ്വാമിത്രനാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് കരുതാം എന്നേ ഉള്ളൂ. സുദർശനൻ പ്രസിദ്ധനായ ഒരു മഹർഷിയാണ്. കശ്യപൻ, അങ്കിരസ് മുതലായവരും. ശിഷ്യൈഹി ഉപേതാഹ. ആദ്യം പരശുരാമനെ സശിഷ്യ എന്ന വിശേഷണം കൊണ്ട് ആണ് നമ്മൾ പരിചയപ്പെടുത്തിയത്. അതോടൊപ്പം ഇവിടെ ഈ മഹർഷിമാർ ശിഷ്യൈഹി ഉപേതാഹ എന്ന് പറഞ്ഞു. ശിഷ്യന്മാരോട് കൂടിയിട്ട് ആജഗ്മുഹു വന്നു ചേർന്നു എന്നതിൻ്റെ ആ ബഹുവചനം അവിടെ പ്രയോഗിച്ചു. അപ്പോൾ ഇത്രയും മഹർഷിമാർ, അവരിൽ ദേവർഷിമാർ, ബ്രഹ്മർഷിമാർ, രാജർഷിമാരൊക്കെ ഉണ്ട്. ഇവരൊക്കെ അവിടെ വന്നു ചേർന്നു എന്നാണ് ഈ 3 ശ്ലോകങ്ങളിലായിട്ട് പറയുന്നത്. പർവ്വതോ നാരദോ ധൗമ്യോ ഭഗവാൻ ബാദരായണ ബൃഹദശ്വോ ഭരദ്വാജ സശിഷ്യോ രേണുകാസുത വസിഷ്ഠ ഇന്ദ്രപ്രമഥസ്ത്രിതോ ഗൃത്സമദോസിത കക്ഷീവാൻ ഗൗതമോത്രിശ്ച കൗശികോധ സുദർശന അന്യേ ച മുനയോ ബ്രഹ്മരാതാദയോ മലാ ശിഷ്യൈരുപേത ആജഗ്മു കശ്യപാങ്കിരസാദയ. ഒന്നുകൂടി ഞാൻ പാരായണം ചെയ്യാൻ കാരണം
സാധാരണ നമ്മൾ വേദങ്ങളും മറ്റും പഠിക്കുന്ന സമയത്ത് ആചാര്യൻ ഒരു തവണ ഒരു മന്ത്രത്തിൻ്റെ ഒരു പദം ചൊല്ലി ശിഷ്യന്മാർ 3 തവണ അത് ഏറ്റുചൊല്ലും. അങ്ങനെയാണ് സാധാരണ ഓത്ത് ചൊല്ലിക്കാറുള്ളത്. വേദം കേട്ട് പഠിക്കുന്നത് രീതി അങ്ങനെയാണ്. ഇവിടെ ആ രീതിയിലുള്ള ഒരു പഠനം സാധ്യമല്ല. അതുകൊണ്ട് ശിഷ്യന്മാർക്ക് 3 തവണ ശ്രവണം ചെയ്യാനുള്ള അവസരം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ശ്ലോകങ്ങൾ ഞാൻ 3 തവണ പരമാവധി മെല്ലെ ഇവിടെ പാരായണം ചെയ്യുന്നത്. പദച്ഛേദം ചെയ്ത് അന്വയം ചെയ്ത് വീണ്ടും ആ ശ്ലോകങ്ങൾ ഒന്നുകൂടി ആവർത്തിക്കുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ ആ 3 തവണ ചൊല്ലുന്ന സമയത്ത് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ, ഉച്ചാരണത്തിൽ സംശയമുണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ സാധിക്കും. എന്നിട്ടും സംശയം തീർന്നില്ലെങ്കിൽ ചിലപ്പോൾ നമ്മുടെ ശബ്ദത്തിൻ്റെ ഏറ്റക്കുറച്ചിൽ കൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ ഈ സാങ്കേതിക സംവിധാനത്തിൻ്റെ തകരാറ് കൊണ്ടോ ഏതെങ്കിലും അക്ഷരങ്ങളുടെ ഉച്ചാരണത്തിൽ സംശയം വന്നു പോയിട്ടുണ്ടെങ്കിൽ, കേൾക്കുന്നത് തെറ്റിപ്പോയി അല്ലെങ്കിൽ ഉച്ചാരണം കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഈ വീഡിയോയുടെ താഴെ നിങ്ങൾക്ക് ആ അഭിപ്രായങ്ങൾ എഴുതുന്ന കോളത്തിൽ എഴുതി ചേർക്കാവുന്നതാണ്. അവിടെ ഞാൻ സംശയം നിവൃത്തി വരുത്താൻ പരമാവധി ശ്രമിക്കുന്നതാണ്. അല്ലെങ്കിൽ അടുത്ത വീഡിയോയിൽ സംശയം നിവൃത്തി വരുത്തുന്നതാണ്. ഇനി നമുക്ക് 9ാമത്തെ ശ്ലോകം നോക്കാം. താൻ സമേതാൻ മഹാഭാഗാൻ ഉപലഭ്യ വസൂത്തമ പൂജയാമാസ ധർമ്മജ്ഞോ ദേശകാല വിഭാഗവിത്. താൻ സമേതാൻ മഹാഭാഗാൻ ഉപലഭ്യ വസൂത്തമ പൂജയാമാസ ധർമ്മജ്ഞോ ദേശകാല വിഭാഗവിത്. സന്ധി പിരിച്ച് പറയാം. താൻ സമേതാൻ മഹാഭാഗാൻ ഉപലഭ്യ വസൂത്തമ പൂജയാമാസ ധർമ്മജ്ഞ ദേശകാല വിഭാഗവിത്. ഇവിടെ ദേശകാല വിഭാഗവിത് എന്നുള്ളത് 3-4 പദങ്ങൾ ചേർന്നതാണെന്ന് തോന്നും. ആണ് 3-4 പദങ്ങൾ ചേർന്നതാണെങ്കിലും അവിടെ സന്ധിയല്ല, അവിടെ സമാസമാണ്. അതൊരു സമസ്ത പദമാണ്. അതുകൊണ്ടാണ് അതിനെ പിരിക്കാത്തത്. സമസ്ത പദം നമുക്ക് പിരിച്ച് പറയാൻ സാധിക്കില്ല. അതിനെ വിഗ്രഹിച്ച് അർത്ഥം മനസ്സിലാക്കുകയാണ് വേണ്ടത്. വസൂത്തമ എന്നുള്ളതും ഇവിടെ സമസ്ത പദമായിട്ടാണ് വന്നിരിക്കുന്നത്. അതേസമയത്ത് മഹാഭാഗാൻ ഉപലഭ്യ എന്നുള്ള പദം അവിടെ സന്ധി വന്നിരിക്കുന്നു. അത് ഞാൻ പിരിച്ച് ഇവിടെ പറയുകയും ചെയ്തു. അപ്പോൾ സന്ധി പിരിച്ചു. ഇനി അന്വയം. മഹാഭാഗാൻ സമേതാൻ താൻ ഉപലക്ഷ്യ ധർമ്മജ്ഞ ദേശകാല വിഭാഗവിത് വസൂത്തമ പൂജയാമാസ. മഹാഭാഗാൻ സമേതാൻ താൻ ഉപലക്ഷ്യ. മഹാഭാഗന്മാരായിട്ടുള്ള, മഹാത്മാക്കളായിട്ടുള്ള, ഒരുമിച്ച് വന്നവരും ആയിട്ടുള്ള താൻ അവരെ ഉപലക്ഷ്യ കണ്ടിട്ട് അല്ലെങ്കിൽ നോക്കിയിട്ട്, ധർമ്മജ്ഞ ധർമ്മത്തെ അറിയുന്നവനായ ഭീഷ്മർ. ധർമ്മജ്ഞൻ എന്നുള്ളത് ഭീഷ്മരുടെ വിശേഷണമായിട്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതുപോലെ മറ്റൊരു വിശേഷണമാണ് ദേശകാല വിഭാഗവിത്. ദേശം കാലം എന്നിവയുടെ വിഭാഗത്തെ അറിയുന്നവൻ എന്നർത്ഥം. ദേശകാല വിഭാഗവിത്ത്. ദേശവും കാലവും, ഞാൻ എവിടെയാണ് ഇരിക്കുന്നത് എന്നും ഞാൻ ഏത് സമയത്താണ് ഇരിക്കുന്നത് എന്നുമുള്ള അറിവുള്ളവൻ എന്നാണ്. അപ്പോൾ ഇവിടെ താൻ മരണത്തെ കാത്തു കിടക്കുകയാണെന്നും മരണസമയത്ത് ഈ മഹാത്മാക്കളുടെ ദർശനം തനിക്ക് വളരെയധികം പ്രയോജനം ചെയ്യുമെന്നും, പ്രത്യേകിച്ച് ശ്രീകൃഷ്ണൻ തന്നെ, സാക്ഷാൽ പരമപുരുഷനായ ഭഗവാൻ തന്നെ തൻ്റെ അടുത്ത് വന്നിരിക്കുന്നു എന്നും അറിഞ്ഞിട്ട് ആ കാര്യത്തെ മനസ്സിലാക്കിയിട്ടാണ് ഇദ്ദേഹം എന്ത് ചെയ്തു? വസൂത്തമഹ, വസുക്കളിൽ ഉത്തമനായിരിക്കുന്നവൻ. അഷ്ടവസുക്കളിൽ ദ്യോവ് എന്നു പേരുള്ളതായ വസു ആണ് ഭീഷ്മരായിട്ട് ജനിച്ചത് എന്ന് മഹാഭാരതം പറയുന്നു. ഭാഗവതത്തിലും അത് പറഞ്ഞിട്ടുണ്ട്. വസിഷ്ഠൻ്റെ പശുവിനെ മോഷ്ടിച്ചത് കൊണ്ട് ആണ് ഈ അഷ്ടവസുക്കൾക്ക് മനുഷ്യജന്മം വന്നു ചേർന്നത്. വസിഷ്ഠ ശാപം കൊണ്ടാണ്. അതിലും വിശേഷിച്ച് ഈ ദ്യോവ് എന്ന് പറയുന്ന വസു ആണ് തൻ്റെ പത്നിയുടെ നിർബന്ധപ്രകാരം അല്ലെങ്കിൽ ആഗ്രഹപ്രകാരം ഈ പശുവിനെ മോഷ്ടിക്കാൻ വേണ്ടിയിട്ട് കൂടുതലായിട്ട് ഒരു പരിശ്രമം ചെയ്തതും മറ്റുള്ളവരെ പ്രേരിപ്പിച്ചതും. അതുകൊണ്ട് മറ്റ് 7 വസുക്കൾക്കും വസിഷ്ഠൻ ശാപമോക്ഷം, ജനിച്ച ഉടനെ തന്നെ മോക്ഷം എന്ന് വെച്ചാൽ ശാപമോക്ഷം, ശാപമുക്തി നേടാൻ സാധിക്കും എന്ന് പറഞ്ഞു. പക്ഷേ ഈ ദ്യോവ് എന്ന് പറയുന്ന വസുവിന് ദീർഘകാലം മനുഷ്യരായി ജീവിക്കേണ്ടി വരും എന്നായിരുന്നു ശാപം.
അപ്പോൾ ബാക്കി 7 പേരും ഈ ഭീഷ്മരുടെ സഹോദരന്മാരായിട്ട് ജ്യേഷ്ഠന്മാരായിട്ട് ആദ്യമേ ജനിച്ചു. ഗംഗാദേവിയിൽ ഭീഷ്മരുടെ ദേവവ്രതന്റെ അച്ഛനായിട്ടുള്ള ശാന്തനു മഹാരാജാവിൻ്റെ മക്കളായിട്ട് ജനിച്ചു. ജനിച്ച ഉടനെ തന്നെ ഗംഗാദേവി ആ മക്കളെ നദിയിൽ വലിച്ചെറിയുകയാണ് ചെയ്തത്. 7 പേരെ അങ്ങനെ വലിച്ചെറിഞ്ഞു കൊന്നു. ഓരോരുത്തരെ ജനിച്ചപ്പോഴും ഓരോ കുഞ്ഞിനെയും കൊണ്ടുപോയി നദിയിൽ വലിച്ചെറിഞ്ഞു. അനിഷ്ടം പറഞ്ഞു കഴിഞ്ഞാൽ ഗംഗാദേവി തന്നെ ഉപേക്ഷിച്ച് പോകും എന്ന് ഒരു വ്യവസ്ഥ ഉണ്ടായതുകൊണ്ട് ശാന്തനു അതിനെ ചോദ്യം ചെയ്തില്ല. 8ാമത്തെ മകനെയും കൊണ്ട് എറിയുന്ന സമയത്താണ് ശാന്തനു ഇതിനെ ചോദ്യം ചെയ്യുകയും അങ്ങ് എനിക്ക് അനിഷ്ടം പറഞ്ഞതുകൊണ്ട് നമ്മുടെ കരാറ് പ്രകാരം ഞാൻ അങ്ങേ വിട്ടുപോവുകയാണ് എന്ന് പറഞ്ഞ് ഈ കുഞ്ഞിനെയും കൊണ്ട് 8ാമത്തെ കുഞ്ഞിനെയും കൊണ്ട് ഗംഗാദേവി അവിടെ നിന്ന് അന്തർധാനം ചെയ്തു. പിന്നീട് ആ കുഞ്ഞിനെ ആയുധാഭ്യാസങ്ങളൊക്കെ പരിശീലിപ്പിച്ച് പലതരത്തിലെ ശാസ്ത്രങ്ങൾ വേദം മുതലായിട്ട് സകല ശാസ്ത്രങ്ങളും പഠിപ്പിച്ച് ഭൂമിയിലേക്ക് എത്തിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ആ ഗംഗാദത്തനായിരിക്കുന്ന കുമാരൻ ഗംഗാനദിയിൽ അമ്പുകളെ കൊണ്ട് ആ ഗംഗാപ്രവാഹത്തെ തടയുന്ന ഒരു അതിഗംഭീരമായിട്ടുള്ള ആ കുഞ്ഞിൻ്റെ പരാക്രമം കണ്ടുകൊണ്ട് ആ ഗംഗാതീരത്ത് സഞ്ചരിക്കുന്ന ശാന്തനു മഹാരാജാവ് ഈ കുമാരനെ കാണുകയും അതാരാണ് എന്ന് സംശയിച്ച് അടുത്ത് ചെല്ലുകയും ചെയ്തപ്പോൾ ഗംഗാദേവി അവിടെ വന്ന് ഇദ്ദേഹം അങ്ങയുടെ മകൻ തന്നെയാണ്. ബൃഹസ്പതി വസിഷ്ഠൻ മുതലായിട്ടുള്ള മഹർഷിമാർക്ക് അറിയുന്ന എല്ലാ ശാസ്ത്രങ്ങളും ഇവന് അറിയാം. പരശുരാമാദികളായ ആളുകൾക്ക് അറിയുന്ന എല്ലാ ധനുർവേദപരമായിട്ടുള്ള ശാസ്ത്ര പ്രയോഗങ്ങളും ഈ കുഞ്ഞിനറിയാം എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ സർവശാസ്ത്ര വിശാരദനാക്കി മാറ്റിയിട്ടാണ് ശാന്തനുവിന് സമർപ്പിക്കുന്നത്. ആ കുഞ്ഞാണ് ഗംഗാദത്തൻ. ദേവവ്രതൻ എന്നും അദ്ദേഹത്തിന് പേരുണ്ട്. പ്രതിജ്ഞ കൊണ്ട് അദ്ദേഹം ഭീഷ്മരായി മാറുകയും ചെയ്തു. അച്ഛന് വേണ്ടിയിട്ട് നൈഷ്ഠിക ബ്രഹ്മചാരിയായിട്ടും വിവാഹം ചെയ്യാതെ രാജ്യഭാരം സ്വീകരിക്കാതെ അച്ഛൻ്റെ 2ാം വിവാഹത്തിന് വേണ്ടിയിട്ട് സത്യവതിയെ വിവാഹം ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്ത ആ ഘോരമായ പ്രതിജ്ഞ കാരണമാണ് അദ്ദേഹത്തിന് ഭീഷ്മർ എന്നുള്ള പേര് വന്നത്. സാന്ദർഭികമായിട്ടാണ് ഈ വസൂത്തമ എന്നുള്ള ആ പേരിൻ്റെ കാരണം തിരക്കിപ്പോയാൽ നമ്മൾ എത്തുന്നത് മഹാഭാരതത്തിലെ ഈ കഥയിലാണ്. ഇത് ഭാഗവതത്തിലും ഈ കഥ ചുരുക്കി പറഞ്ഞിട്ടുണ്ട്. 9ാം സ്കന്ധത്തിൻ്റെയൊക്കെ അവസാനം പറഞ്ഞിട്ടുണ്ട്. മറ്റിടങ്ങളിലും ഇദ്ദേഹത്തെ പല സന്ദർഭങ്ങളിൽ ഇത് സൂചന വന്നിട്ടുണ്ട്. വസൂത്തമ പൂജയാമാസ, പൂജിച്ചു എന്നാണ്. ആരെ? താൻ സമേതാൻ മഹാഭാഗാൻ പൂജയാമാസ. വന്നു ചേർന്നിരിക്കുന്ന ഈ ദേവർഷിമാർ, ബ്രഹ്മർഷിമാർ, രാജർഷിമാർ ഇവരെയൊക്കെ തന്നെ ദേശകാല വിഭാഗവത്ത് അവരെ പൂജിക്കാൻ എങ്ങനെ പൂജിക്കും? ഇദ്ദേഹം ശരശയ്യയിൽ കിടക്കുകയാണ്, മുറിവേറ്റ് ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് അമ്പുകൾ അങ്ങനെ തറച്ച്, അമ്പ് മലർന്നടിച്ച് വീണ സമയത്ത് ആ ശരീരത്തിൽ പുറത്ത് തറച്ച് കയറിയ അമ്പുകളാണ്. അതിൻ്റെ മുകളിലാണ് ഇദ്ദേഹം കിടക്കുന്നത്. കാരണം അമ്പുകൾ അവിടെ നിൽക്കുകയാണ്. അത് എടുത്ത് കളയാൻ സാധിച്ചിട്ടില്ല. അങ്ങനെയാണ് അത് ശരശയ്യായിട്ട് മാറിയത്. അല്ലാതെ ശരം കൊണ്ട് ശയ്യ ഉണ്ടാക്കിയിട്ട് കിടക്കുകയല്ല. അർജുനൻ ഒരു ക്ഷണനേരം കൊണ്ട് അമ്പുകളാണ് ഇദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ പൃഷ്ഠഭാഗത്ത് മുഴുവനും തറച്ച് കയറിയത്. അതൊക്കെ തന്നെ പുറത്തേക്ക് നെഞ്ചിലൂടെ തുളച്ച് പുറത്തേക്ക് വരികയും ചെയ്തു. ശിഖണ്ഡിയെ മുൻനിർത്തിക്കൊണ്ട് അർജുനൻ യുദ്ധം ചെയ്യുന്ന സമയത്താണ് ഭീഷ്മർ ശിഖണ്ഡിയെ കണ്ടപ്പോൾ പുറംതിരിയുകയും അപ്പോൾ പെട്ടെന്ന് അർജുനൻ്റെ ശരവേഗം കൊണ്ട് ആ പുറംതിരിഞ്ഞ ആ ഒരു അരനിമിഷം കൊണ്ട് അനേകം ശരങ്ങൾ എയ്തു പോവുകയും ചെയ്തു. അതൊക്കെ അദ്ദേഹത്തിന് നെഞ്ച് തുളച്ച് പുറത്തേക്ക് വരികയും അപ്പോൾ ഭീഷ്മർ അഭിമാനത്തോടു കൂടി സാഭിമാനം പറഞ്ഞു, ഇതൊന്നും ശിഖണ്ഡി എന്ന് പറയുന്ന ആണും പെണ്ണും കെട്ട ആള് ഏത് അമ്പുകളല്ല, എൻ്റെ പൗത്രൻ, എൻ്റെ മകൻ്റെ മകനായ വീരനായ അർജുനന് മാത്രമേ എൻ്റെ ശരീരത്തിൽ അമ്പുകൾ ചെയ്തിട്ട് നെഞ്ചിലൂടെ അത് തുളച്ച് വരാൻ തക്കവണ്ണമുള്ള ശക്തി എൻ്റെ കൊച്ചുമകന് മാത്രമേ ഉള്ളൂ എന്ന് സാഭിമാനം പറഞ്ഞുകൊണ്ടാണ് ഭീഷ്മർ വീണത് എന്നുള്ളതും സാന്ദർഭികമായിട്ട് നമ്മൾ ഓർക്കേണ്ടതാണ്. അപ്പോൾ ഇവിടെ അദ്ദേഹത്തിന് തൻ്റെ അടുത്ത് വന്നിരിക്കുന്ന ഈ മഹർഷിമാരെ പൂജിക്കാൻ പൂജാദ്രവ്യങ്ങൾ ലഭ്യമല്ല. അതുപോലെ പൂജ ചെയ്യാനുള്ള ശാരീരികമായിട്ടുള്ള ശക്തിയും അദ്ദേഹത്തിനില്ല. അവിടെ മറന്നു കിടക്കുന്ന സന്ദർഭത്തിൽ അതാണ് ഇവിടെ ദേശകാല വിഭാഗവത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ എങ്ങനെയാണ് പൂജ ചെയ്യേണ്ടത് എന്നാണെങ്കിൽ സാധിക്കുന്ന കാര്യങ്ങളെ കൊണ്ട്, വാക്കുകളെ കൊണ്ട് പൂജിക്കുക, കൈകളെ കൊണ്ട് സാധിക്കുമെങ്കിൽ അവരെ നമസ്കരിക്കുക, തല കുനിക്കാൻ സാധിക്കുമെങ്കിൽ കുനിക്കുക, ഇങ്ങനെയൊക്കെ
പൂജകൾക്ക് ചില വിധികളുണ്ടെങ്കിലും ദേശത്തിനും കാലത്തിനും അനുസരിച്ച് സ്ഥലകാലങ്ങൾക്കനുസരിച്ച് ലഭ്യമായ ദ്രവ്യങ്ങളെ കൊണ്ട് അല്ലെങ്കിൽ ലഭ്യമായ അല്ലെങ്കിൽ നമുക്ക് സാധിക്കുന്നതായ രീതിയിൽ ശരീരം കൊണ്ടോ മനസ്സുകൊണ്ടോ ആ പൂജയെ നിർവഹിക്കുക എന്നുള്ളത് അദ്ദേഹം ചെയ്തു. അതാണ് ഇവിടെ ദേശകാല വിഭാഗവിത് വസുത്തമഹ പൂജയാമാസ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇനി നമുക്ക് 9ാമത്തെ ശ്ലോകം. താൻ സമേതാൻ മഹാഭാഗാനുപലഭ്യ വസൂത്തമ പൂജയാമാസ ധർമ്മജ്ഞോ ദേശകാല വിഭാഗവിത്. 9ാമത്തെ ശ്ലോകമാണ് പറഞ്ഞത്. ഇനി നമുക്ക് 10ാമത്തെ ശ്ലോകത്തേക്ക് കടക്കാം. 10ാമത്തെ ശ്ലോകം. കൃഷ്ണം ച തത്പ്രഭാവജ്ഞ ആസീനം ജഗദീശ്വരം ഹൃദിസ്ഥം പൂജയാമാസ മായയോപാത്ത വിഗ്രഹം. കൃഷ്ണം ച തത്പ്രഭാവജ്ഞ ആസീനം ജഗദീശ്വരം ഹൃദിസ്ഥം പൂജയാമാസ മായയോപാത്ത വിഗ്രഹം. കൃഷ്ണം ച തത്പ്രഭാവജ്ഞഃ ആസീനം ജഗദീശ്വരം ഹൃദിസ്ഥം പൂജയാമാസ മായയാ ഉപാത്ത വിഗ്രഹം. ഇതാണ് അതിൻ്റെ സന്ധിവിച്ഛേദം. അന്വയിക്കാം. ഹൃദിസ്ഥം മായയാ ഉപാത്ത വിഗ്രഹം ജഗദീശ്വരം ആസീനം കൃഷ്ണം ച തത്പ്രഭാവജ്ഞഃ പൂജയാമാസ. ഭീഷ്മർ തന്നെയാണ് ഇവിടെയും ചെയ്തിരിക്കുന്നത്. ഭീഷ്മർ എന്ന് പറയുന്ന ആ കർത്താവിനെ ഇവിടെ പറഞ്ഞിട്ടില്ലെങ്കിലും പൂർവ്വ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്ന ആ വസൂത്തമൻ, അതായത് ഭീഷ്മർ തന്നെയാണ് ഇവിടെയും കർത്താവ് പൂജ നിർവഹിക്കുന്നത്. ആരെയാണ് പൂജിച്ചിരിക്കുന്നത്? കൃഷ്ണം എന്ന് പറഞ്ഞിരിക്കുന്നു. കൃഷ്ണം പൂജയാമാസ, കൃഷ്ണനെ പൂജിച്ചു. എങ്ങനെയുള്ള കൃഷ്ണനെ പൂജിച്ചു? ഹൃദിസ്ഥം, ഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്നവനായ കൃഷ്ണനെ പൂജിച്ചു എന്നാണ്. അപ്പോൾ ഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്ന കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നേരത്തെ ഞാൻ സാന്ദർഭികമായിട്ട് ഇവിടെ മഹാഭാരതത്തെ ഉദ്ധരിച്ചുകൊണ്ട് പറഞ്ഞു. ഭഗവാനെ എന്നും ധ്യാനിക്കുന്നവനായ മാം ധ്യാതി പുരുഷ വ്യാഘ്ര എന്ന് ശ്രീകൃഷ്ണ ഭഗവാൻ തന്നെ പറഞ്ഞു. എന്നെ ആ പുരുഷവ്യാഘ്രൻ, പുരുഷസിംഹം എന്നെ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് തതോമേ തദ്ഗതം മന, അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തെ ധ്യാനിക്കുന്നു, അദ്ദേഹത്തെക്കുറിച്ച് വിചാരം ചെയ്തുകൊണ്ട് ഇവിടെ കണ്ണടച്ചിരിക്കുന്നത് എന്ന് ഭഗവാൻ യുധിഷ്ഠിര മഹാരാജാവിനോട് പറഞ്ഞു. അപ്പോൾ ഇന്നും ഭഗവാനെ ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ച് ധ്യാനിക്കുന്ന ഒരു ഭക്തനാണ് ഭീഷ്മർ എന്നാണ് അതുകൊണ്ട് നമുക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ ഹൃദയത്തിലുള്ള ഭഗവാനെ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ കൺമുന്നിൽ ഇപ്പോൾ കാണാൻ സാധിച്ചിട്ടുള്ളത്. തൻ്റെ മാംസ ചക്ഷുസ് കൊണ്ട് ഭഗവാനെ കാണുമ്പോഴും ഹൃദയത്തിലുള്ള കൃഷ്ണൻ അവിടെ തന്നെ ഉണ്ട്. ഇത് മാത്രമല്ല, ആ ഹൃദിസ്ഥനായ കൃഷ്ണൻ നമ്മുടെ ആത്മാവ് തന്നെയാണ്. ഈശ്വര സർവഭൂതാനാം ഹൃദ്ദേശേ അർജുന തിഷ്ഠതി ഭ്രാമയൻ സർവഭൂതാനി യന്ത്രാരൂഢാനി മായയാ എന്ന് ഗീതയിൽ ഭഗവാൻ പറയുന്നു. തമേവ ശരണം ഗച്ഛ സർവഭാവേന ഭാരത. നമ്മൾ ആ ഭഗവാനെ ശരണം പ്രാപിക്കുക. നമുക്ക് ക്ഷേത്രത്തിൽ പോകാൻ സാധിക്കുന്നില്ലെങ്കിൽ, ഭഗവാന്റെ വിഗ്രഹങ്ങൾ കിട്ടാനില്ലെങ്കിൽ, ഭഗവാന്റെ ചിത്രങ്ങൾ നോക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ ഭഗവാനെ നമുക്ക് മറ്റേതെങ്കിലും രീതിയിൽ നമുക്ക് ഭഗവാനെ പൂജ ചെയ്യാൻ തടസ്സമുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത് നമ്മുടെ ഹൃദയേശ്വരനായ ഹൃദയനാഥനായിട്ടുള്ള ഹൃദയദേശത്ത് എന്നും അധിവസിക്കുന്നതായ ആത്മസ്വരൂപനായ ശ്രീകൃഷ്ണ ഭഗവാനെ പൂജിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യേണ്ടതായിട്ടുള്ളത് എന്ന് കാണിക്കുകയാണ്. അപ്പോൾ ഹൃദിസ്ഥം, ആ ഹൃദിസ്ഥനായിരിക്കുന്ന ആത്മസ്വരൂപനായിരിക്കുന്ന ഭഗവാൻ പക്ഷേ ഇവിടെ ശ്യാമവർണ്ണനായിട്ട് പീത വസ്ത്രം ധരിച്ചിട്ട് വനമാല ചാർത്തിയിട്ട് കിരീടാദികൾ അണിഞ്ഞ് അതിമനോഹരമായ രൂപം ധരിച്ചുകൊണ്ട് ഇദ്ദേഹത്തിന് മുന്നിൽ നിൽക്കുകയാണ്. അപ്പോൾ ആ രൂപം ഏതാണ്? ആത്മാവിനെ ഇങ്ങനെ രൂപം കൊടുക്കാൻ സാധിക്കുമോ? മായയാ ഉപാത്ത വിഗ്രഹം, മായ കൊണ്ട് ഒരു സ്വരൂപത്തെ, വിഗ്രഹത്തെ, അതായത് നമുക്ക് ഇന്ദ്രിയങ്ങളെ കൊണ്ട് കാണാൻ സാധിക്കുന്ന രീതിയിലുള്ള ഒരു രൂപത്തെ മായ കൊണ്ട് സ്വീകരിച്ചു. അപ്പം അദ്ദേഹത്തിൻ്റെ ആ ശരീരം മായാശരീരമാണ്. ഭഗവാൻ മായാമാനവൻ കപടമാനുഷ എന്നൊക്കെ ഭാഗവതം പറഞ്ഞിരിക്കുന്നു. മായാമാനുഷനാണ്, മായാമാധവനാണ്. ആ മായാമാധവനെ തന്നെയാണ് പൂജിച്ചത്. ഹൃദയത്തിൽ എന്നും കൂടിയിരിക്കുന്നവനായ ഭഗവാനെ ജഗദീശ്വരം, നമ്മുടെ ഉള്ളിലാണ് കൂടിയിരിക്കുന്നതെങ്കിലും ആ ഭഗവാൻ സകല ചരാചരങ്ങളുടെ ഉള്ളിലും പുറത്തും കഴിഞ്ഞുകൊണ്ട് ജഗത്തിൻ്റെ ഈശ്വരനായിട്ട്, ജഗത്തിൻ്റെ അധിപതിയായിട്ട്, ജഗത്തിനെ നിയന്ത്രിക്കുന്നവനായിട്ട്, ഈശ്വര ശബ്ദത്തിന് നിയന്താവ് എന്ന ഒരർത്ഥമുണ്ട്, ജഗത്തിനെ നിയന്ത്രിക്കുന്നവനായിട്ട്
ഇരിക്കുന്നവനും ആസീനം കൃഷ്ണം ആസീനം ഇപ്പോൾ തൻ്റെ മുന്നിൽ പ്രത്യക്ഷമായിട്ട് തൻ്റെ മുന്നിൽ ഇരിക്കുന്നവനുമായ കൃഷ്ണനെ എങ്ങനെ ആര് പൂജിച്ചു? തത് പ്രഭാവജ്ഞ പൂജയാമാസ. ഭീഷ്മർക്കുള്ള ഒരു വിശേഷണമാണ് തത് പ്രഭാവജ്ഞ. തസ്യ പ്രഭാവം ജാനാതി ഇതി തത് പ്രഭാവജ്ഞ. ഭഗവാന്റെ പ്രഭാവത്തെ അറിയുന്നവനായ ഭീഷ്മർ പൂജിച്ചു. എന്താണ് അങ്ങനെ പറഞ്ഞത്? ഭഗവാന്റെ പ്രഭാവത്തെ അറിയാം. ഭഗവാനെ പൂജിക്കാൻ നമുക്ക് പുഷ്പങ്ങൾ വേണം, ജലം, ഗന്ധം, പുഷ്പം, ദീപം, ധൂപം, നൈവേദ്യം മുതലായ കാര്യങ്ങളൊക്കെ ഉണ്ടായാലേ പൂജിക്കാൻ പാടുള്ളൂ എന്നില്ല. ഭഗവാൻ സർവ്വവ്യാപിയാണ്. നമ്മുടെ ഹൃദയത്തിനകത്തും പുറത്തും വസിക്കുക എന്ന് പറയുന്നത് തന്നെയാണ് ഭഗവാന്റെ പ്രഭാവം. ആ പ്രഭാവത്തെ അറിയുന്നവനായ ഭീഷ്മർക്ക് ഹൃദയത്തിലുള്ള ആ ഭഗവാനെ അല്ലെങ്കിൽ ഉള്ളിൽ കണ്ടുകൊണ്ട് തന്നെയും തൻ്റെ മുന്നിൽ പ്രത്യക്ഷമായിട്ട് ഇരിക്കുന്നവനായ ശ്രീകൃഷ്ണനെ ഇത് രണ്ടും ഒന്ന് തന്നെയാണ് എന്ന് അറിഞ്ഞുകൊണ്ടും, ഇങ്ങനെ രണ്ടിടത്ത് ഒരേ സമയത്ത്, രണ്ടിടത്തുനിന്നല്ല പ്രപഞ്ചത്തിൽ മുഴുവനായിട്ടും നിറഞ്ഞു നിൽക്കുന്ന തത്വമാണ് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഭീഷ്മർ അദ്ദേഹത്തെ പൂജിച്ചു എന്നാണ് ഈ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നത്. കൃഷ്ണം ജതപ്രഭാവജ്ഞ ആസീനം ജഗദീശ്വരം ഹൃദിസ്ഥം പൂജയാമാസ മായയോപാത്ത വിഗ്രഹം. ഇനി നമുക്ക് അടുത്ത ശ്ലോകം 11ാമത്തെ ശ്ലോകം നോക്കാം. പാണ്ഡുപുത്രാനുപാസീനാൻ പ്രശ്രയപ്രേമസംഗതാൻ അഭ്യാജഷ്ടാനുരാഗാശ്രയൈരന്ധീഭൂതേന ചക്ഷുഷാ. പാണ്ഡുപുത്രാനുപാസീനാൻ പ്രശ്രയപ്രേമസംഗതാൻ അഭ്യാജഷ്ടാനുരാഗാശ്രയൈരന്ധീഭൂതേന ചക്ഷുഷാ. പാണ്ഡുപുത്രാൻ ഉപാസീനാൻ പ്രശ്രയപ്രേമസംഗതാൻ അഭ്യാചഷ്ട അനുരാഗാശ്രയൈ അന്ധീഭൂതേന ചക്ഷുഷ. ഇങ്ങനെയാണ് പദം പിരിക്കേണ്ടത്. ഇനി ഇതിൻ്റെ അന്വയം നോക്കാം. ഉപാസീനാൻ പ്രശ്രയപ്രേമസംഗതാൻ അനുരാഗാശ്രയൈ അന്ധീഭൂതേന ചക്ഷുഷ അഭ്യാചഷ്ട. ഉപാസീനാൻ അടുത്ത് ഇരിക്കുന്നവരായ, പ്രശ്രയപ്രേമസംഗതാൻ പ്രശ്രയം പ്രേമം മുതലായവയോട് കൂടിയവർ. അതായത് പ്രശ്രയം എന്ന് വെച്ചാൽ വിനയം, പ്രേമം എന്ന് വെച്ചാൽ സാധാരണ പ്രേമം സ്നേഹം എന്നൊക്കെ അർത്ഥം. അപ്പോൾ വിനയത്തോടെയും സ്നേഹത്തോടെയും അടുത്തു വന്നു നിൽക്കുന്നവരായ ആളുകളെ എന്നർത്ഥം. ആരാണ്? പാണ്ഡവന്മാരെയാണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഉപാസീനാൻ അടുത്ത് വന്നവരും വിനയത്തോടെയും സ്നേഹത്തോടെയും തന്നെ സമീപിച്ചവരുമായ ആളുകളെ അനുരാഗാശ്രയൈ അന്ധീഭൂതേന ചക്ഷുഷാം. അനുരാഗാശ്രയൈ എന്ന് വെച്ചാൽ അനുരാഗം കൊണ്ടുള്ള, സ്നേഹം കൊണ്ടുള്ള ബാഷ്പം, അതായത് കണ്ണീര്. സ്നേഹം വരുമ്പോൾ ഉണ്ടാകുന്ന സ്നേഹക്കണ്ണീർ, സ്നേഹം കൊണ്ട് കണ്ണ് നിറയുക. അങ്ങനെ കണ്ണ് നിറഞ്ഞു ഈ പാണ്ഡവന്മാരെ കണ്ട സമയത്ത്. എന്തുകൊണ്ടാണ്? ഒരുപക്ഷെ താൻ കൂടി കാരണക്കാരനായിട്ട് അറിഞ്ഞോ അറിയാതെയോ ഈ പാണ്ഡവന്മാർക്കൊക്കെ തന്നെ വലിയ ദുഃഖം വന്നു ചേർന്നിരുന്നു. തടയാൻ തന്നെ കൊണ്ട് സാധിച്ചില്ല. ചെറിയ പ്രായത്തിൽ വന്നു ചേർന്ന അവരുടെ ദുഃഖങ്ങൾ, ചെറിയ പ്രായം തൊട്ടേ അവർ ദുഃഖം അനുഭവിക്കാൻ തുടങ്ങിയിരുന്നു. ഇപ്പോഴും അവർ ദുഃഖിതരാണ് എന്ന് ഭീഷ്മർക്ക് ഒരു തോന്നലുണ്ട്. അതുകൊണ്ട് അവരോട് പ്രത്യേകമായ ഒരു സ്നേഹം, ഒരു കൃപ അവരോട് കൂടുതലായിട്ട് എപ്പോഴും അദ്ദേഹം കാണിക്കാറുണ്ട്. പക്ഷേ യുദ്ധത്തിൽ അവർക്ക് എതിരായിട്ട് നിൽക്കുകയും ചെയ്തു. അത് തൻ്റേതായ ചില വൈവശ്യങ്ങൾ, തൻ്റേതായ ചില നിവൃത്തികേടുകൾ ആണ് അദ്ദേഹത്തിന് ഉണ്ടായത് എന്ന് മഹാഭാരതം പഠിച്ചാൽ നമുക്ക് മനസ്സിലാവും. അവരെ അങ്ങനെ ഈ കണ്ണീര് കൊണ്ട്, സ്നേഹക്കണ്ണീര് കൊണ്ട് അന്ധീഭൂതേന, സ്നേഹക്കണ്ണീര് കൊണ്ട് കണ്ണിന് അന്ധത വന്നുപോയ ചക്ഷുഷ, കണ്ണുകൊണ്ട് അഭ്യാചഷ്ട നോക്കി എന്നാണ്. അപ്പോൾ അവരെ നോക്കുന്ന സമയത്ത് കണ്ണിൽ കണ്ണീര് നിറഞ്ഞതുകൊണ്ട് വേണ്ട പോലെ കാണാൻ സാധിക്കാത്ത രീതിയിലാണ് അവരെ നോക്കിയത്. അപ്പോൾ അത് ആ സ്നേഹാധിക്യത്തെയാണ് കാണിക്കുന്നത് എന്നർത്ഥം. അഭ്യാചഷ്ട എന്നുള്ളതിന് അഭ്യഭാഷ അല്ലെങ്കിൽ സംസാരിച്ചു, സംഭാഷണം ചെയ്തു എന്ന് കൂടിയൊരർത്ഥം ശ്രീധരാചാര്യരും മറ്റും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയും അർത്ഥം എടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവരോട് അദ്ദേഹം സംസാരിച്ചു എന്നർത്ഥം. എന്ന് വെച്ചാൽ അടുത്ത ശ്ലോകത്തിൽ എന്താണ് അദ്ദേഹം പറഞ്ഞത് എന്ന അദ്ദേഹത്തിൻ്റെ സംഭാഷണം അവിടെ ആരംഭിക്കുന്നത് കൊണ്ട് അഭ്യാചഷ്ട എന്നുള്ളതിന് അങ്ങനെയൊരു അർത്ഥം കൂടി കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്.
അപ്പോൾ ഈ പാണ്ഡവന്മാർ ആദ്യം ഈ തനിക്ക് ചുറ്റുമായി വന്നു ചേർന്നിരിക്കുന്ന മഹാത്മാക്കളായിട്ടുള്ള മഹർഷിമാരെ പൂജ ചെയ്തു, വേണ്ട വിധം പൂജിച്ചു. വേണ്ട വിധം എന്ന് വെച്ചാൽ തൻ്റേതായ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് പൂജ ചെയ്തു. പിന്നീട് ഹൃദയസ്ഥനും തൻ്റെ മുന്നിൽ ഇരിക്കുന്നവനുമായ ശ്രീകൃഷ്ണ ഭഗവാനെ പൂജിച്ചു. മൂന്നാമതായിട്ട് തൻ്റെ പൗത്രന്മാരായിട്ടുള്ള തൻ്റെ സ്നേഹഭാജനങ്ങളായ പാണ്ഡവന്മാരെ സ്നേഹാധിക്യത്തോടു നിറകണ്ണുകളോടെ അദ്ദേഹം നോക്കി എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ക്രമത്തിൽ അത് ഏത് സന്ദർഭത്തിലും തൻ്റെ അടുത്ത് വന്നിരിക്കുന്ന ആളുകളെ നമ്മൾ എങ്ങനെയാണ് പരിഗണിക്കേണ്ടത്, ആരെയാണ് ആദ്യം പരിഗണിക്കേണ്ടത് എന്ന കാര്യം, ബ്രാഹ്മണരുണ്ടെങ്കിൽ ബ്രാഹ്മണനെ ആദ്യം പരിഗണിക്കണം, രണ്ടാമത് ക്ഷത്രിയനെ, അതിൽ വെച്ച് തപസ്സുകളായിട്ടുള്ള ആളുകൾ അറിവ് നോക്കണം, അവരുടെ പ്രായം നോക്കണം. ഇങ്ങനെ നിരവധി കാര്യങ്ങൾ നോക്കിയിട്ടാണ് അതിഥിയെ നമ്മൾ സൽക്കരിക്കേണ്ടത്, അതിഥിയെ നമ്മൾ അവരെ പരിഗണിക്കേണ്ടത് എന്ന കാര്യം കൂടി സൂചിപ്പിക്കുന്നതാണ്. ആദ്യം ഋഷിമാരെ നമസ്കരിച്ചു, പിന്നീട് ശ്രീകൃഷ്ണ ഭഗവാനെ പൂജ ചെയ്തു. ഇപ്പോൾ കൃഷ്ണപൂജയിൽ നമ്മൾ ആദ്യം ഗുരുഭ്യോ നമ, ഗുരുവിനെ ആദ്യം നമസ്കരിച്ച ശേഷമാണ് നമ്മൾ ബാക്കി പൂജകളൊക്കെ തന്നെ ആരംഭിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് മഹർഷിമാരെ ആദ്യം പൂജിച്ച ശേഷം കൃഷ്ണനെ പൂജിച്ചു എന്നാണ്. അങ്ങനെ ചെയ്യണമെന്ന് ശ്രീകൃഷ്ണ ഭഗവാനും ഭാഗവതത്തിൽ നിർദ്ദേശിക്കുന്നുണ്ട്. എന്നെപ്പോലെ അവരും ഞാൻ തന്നെയാണ്, കാരണം അവർ എന്നെ കൊണ്ടു നടക്കുന്നതുകൊണ്ട് അവരെ എൻ്റെ തന്നെ പ്രതിരൂപങ്ങളായിട്ട് പൂജിക്കണം എന്ന് ഭഗവാൻ ഭാഗവതത്തിൻ്റെ ദശമസ്കന്ധത്തിൻ്റെ അവസാനമൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു ശാസ്ത്രം തന്നെയാണ് അദ്ദേഹം ഇവിടെ അനുസരിച്ചുകൊണ്ട് ചെയ്തത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇനി നമുക്ക് അടുത്ത ശ്ലോകത്തിൽ ഈ 11ാം ശ്ലോകം ഒന്നുകൂടി ഞാൻ വായിക്കാം. പാണ്ഡുപുത്രാനുപാസീനൻ പ്രശ്രയപ്രേമ സംഗതാൻ അഭ്യാജഷ്ടാനുരാഗാശ്രൈരന്ധീഭൂതേന ചക്ഷുഷ. ഇതാണ് 11ാമത്തെ ശ്ലോകം. ഇനി 12ാമത്തെ ശ്ലോകം നോക്കുക. അഹോ കഷ്ടമഹോന്യായ്യം യദ്യൂയം ധർമ്മനന്ദന ജീവിതം നാരഹത ക്ലിഷ്ടം വിപ്രധർമാച്യുതാശ്രയാ. അഹോ കഷ്ടമഹോന്യായ്യം യദ്യൂയം ധർമ്മനന്ദന ജീവിതം നാരഹത ക്ലിഷ്ടം വിപ്രധർമാച്യുതാശ്രയാ. അഹോ കഷ്ടം, അഹോ അന്യായ്യം യത് യൂയം ധർമ്മനന്ദനാഃ ജീവിതും ന അർഹത ക്ലിഷ്ടം വിപ്രധർമാച്യുതാശ്രയാഃ. ഇങ്ങനെയാണ് പദച്ഛേദം. ഇനി അന്വയം ചെയ്യാം. ഹേ ധർമ്മനന്ദനാഃ വിപ്രധർമാച്യുതാശ്രയാഃ യൂയം ക്ലിഷ്ടം ജീവിതും ന അർഹത. അഹോ കഷ്ടം, അഹോ അന്യായ്യം. ഇവിടെ ധർമ്മനന്ദനാഹ എന്നുള്ളത് സംബോധനയായിട്ടാണ് സാധാരണ വ്യാഖ്യാനങ്ങൾ അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. വിപ്രധർമാച്യുതാശ്രയാഹ എന്നുള്ളത് അവരുടെ പാണ്ഡവന്മാർക്കുള്ള വിശേഷണമായിട്ടുമാണ് ധരിക്കേണ്ടത്. അപ്പോൾ ധർമ്മനന്ദനാഹ എന്ന് വിളിച്ചിരിക്കുന്നു. ധർമ്മനന്ദന എന്ന വാക്കിന് ഒരർത്ഥം ധർമ്മൻ്റെ നന്ദനൻ, ധർമ്മരാജാവിൻ്റെ മകനായിട്ടുള്ള യുധിഷ്ഠിരനെ ധർമ്മനന്ദനൻ എന്ന് എന്ന് അദ്ദേഹത്തിനൊരു പേരുണ്ട്. പക്ഷെ ഇവിടെ ധർമ്മനന്ദനാഹ എന്ന് ബഹുവചനത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. അത് പൂജകാർത്ഥ ബഹുവചനമായിട്ട് വേണമെങ്കിൽ നമുക്ക് അർത്ഥമെടുക്കാം. അതുകൊണ്ട് യുധിഷ്ഠിരനെയാണ് വിളിച്ചത് എന്ന് വേണമെങ്കിൽ അർത്ഥമെടുക്കാം. പക്ഷേ നന്ദന ശബ്ദത്തിന് നന്ദിപ്പിക്കുന്നവർ എന്നർത്ഥമുണ്ട്, നന്ദിപ്പിക്കുന്നവൻ. അപ്പോൾ ദേവകീ നന്ദന എന്ന് വെച്ചാൽ ദേവകിയുടെ പുത്രൻ എന്നർത്ഥമുണ്ട്. ദേവകിയെ ആനന്ദിപ്പിക്കുന്നവൻ, ദേവകിയെ സന്തോഷിപ്പിക്കുന്നവൻ, തൻ്റെ ജന്മം കൊണ്ട് തൻ്റെ സാന്നിധ്യം കൊണ്ട് യശോദയെ ദേവകിയെ നന്ദിപ്പിക്കുന്നത് കൊണ്ട് ഭഗവാന് യശോദാനന്ദനൻ, വസുദേവനന്ദനൻ, ദേവകീ നന്ദനൻ എന്നൊക്കെ പറയുമ്പോൾ ആ അർത്ഥം കൂടി നമുക്ക് സ്വീകരിക്കാവുന്നതാണ്. കൗസല്യാനന്ദവർദ്ധന എന്ന് നമുക്ക് വാൽമീകി രാമായണത്തിൽ ശ്രീരാമൻ്റെ പര്യായമായിട്ട് ധാരാളം അങ്ങനെ ഉപയോഗിച്ചിട്ടുണ്ട്. കൗസല്യാനന്ദവർദ്ധന, കൗസല്യയുടെ ആനന്ദം വർദ്ധിപ്പിക്കുന്നവൻ. അതേപോലെ ഇപ്പോൾ കൗസല്യാനന്ദന എന്ന് വെച്ചാൽ ആ അർത്ഥം തന്നെ കിട്ടും. ഇവിടെ ധർമ്മനന്ദന, ധർമ്മത്തെ അല്ലെങ്കിൽ ധർമ്മം കൊണ്ട് നന്ദിക്കുന്നവർ, ധർമാചരണം കൊണ്ട് ആനന്ദിക്കുന്നവരായ അല്ലയോ പാണ്ഡവന്മാരെ എന്നുള്ള സംബോധനയായിട്ട് ഇതിനെ വ്യാഖ്യാനിക്കപ്പെട്ടിട്ടുണ്ട്. ധർമ്മനന്ദനാഹ അല്ലെങ്കിൽ ധർമ്മം ആരിൽ നന്ദിക്കുന്നുവോ, ധർമ്മദേവൻ അല്ലെങ്കിൽ ധർമ്മം എന്ന് പറയുന്ന ആ തത്വം ആരാൽ നന്ദിക്കപ്പെടുന്നുവോ അങ്ങനെയും വേണമെങ്കിൽ അർത്ഥമെടുക്കാം.
ഇപ്പോൾ ധർമ്മനന്ദനന്മാരെ എന്ന് വിളിച്ചു. വിപ്രധർമ്മ അച്യുതാശ്രയാഹ യൂയം ക്ലിഷ്ടം ജീവിതം ന അർഹത. പാണ്ഡവന്മാരുടെ സവിശേഷതയായിട്ട് പറഞ്ഞിരിക്കുന്നത് വിപ്രധർമ്മ അച്യുതാശ്രയാഹ. വിപ്രന്മാരെയും ധർമ്മത്തെയും അച്യുതനെയും ആശ്രയിക്കുന്നവർ ആരോ അവരാണ് വിപ്രധർമ്മ അച്യുതാശ്രയന്മാർ. വിപ്രൻ എന്ന് വെച്ചാൽ ബ്രാഹ്മണരെ ആശ്രയിച്ചവർ. എപ്പോഴും പാണ്ഡവന്മാർ ബ്രാഹ്മണരെ ആശ്രയിച്ചവരാണ്. ഇന്നും ബ്രാഹ്മണർ അവരുടെ കൂടെ നടക്കുമായിരുന്നു. വനവാസകാലത്ത് പോലും അവരുടെ കൂടെ നൂറുകണക്കിന് ബ്രാഹ്മണർ അവരെ അനുഗമിച്ചിട്ടുണ്ടായി. അവർക്ക് ഉപദേശങ്ങൾ കൊടുത്തുകൊണ്ടും അവരുടെ ആശ്രയം ബ്രാഹ്മണരെ അവരെ ആശ്രയിച്ചുകൊണ്ടും ആ ബ്രാഹ്മണർക്കുള്ള ഉപജീവന മാർഗത്തെ ഇവർ തന്നെ വേട്ടയാടിയും ഫലമൂലങ്ങളെ ആഹരിച്ചുകൊണ്ടും അവർക്ക് കൊണ്ടുകൊടുത്താണ് ആ ബ്രാഹ്മണരെ ആ സമയത്തും തങ്ങളുടെ കഷ്ടകാലത്തിലും ബ്രാഹ്മണരെ അവർ ഉപേക്ഷിക്കാതെ കൂടെ കൊണ്ടു നടന്നത്. അവരുടെ ഉപദേശങ്ങൾ സ്വീകരിച്ച് അവരുടെ അനുഗ്രഹങ്ങൾ എന്നും ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ്. പരസ്പരാശ്രയത്വം അവിടെ ഉണ്ടെങ്കിൽ പോലും ബ്രാഹ്മണരെ തങ്ങൾ ആശ്രയിക്കുന്നു, ബ്രാഹ്മണരുടെ സംരക്ഷണത്തിൽ തങ്ങൾ കഴിയുന്നു എന്ന ഭാവത്തിലാണ് അവർ കഴിഞ്ഞത്. അതിന് കാരണം ബ്രാഹ്മണരുടെ തപസ്സും അവരുടെ ജ്ഞാനത്തെയും അവർ എന്നും ബഹുമാനിച്ചിരുന്നു എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ ബ്രാഹ്മണരെ അവർ ആശ്രയിച്ചു, ധർമ്മത്തെ ആശ്രയിച്ചു. ധർമാചരണം ചെയ്യലാണ് ധർമ്മത്തെ ആശ്രയിക്കുക എന്ന് വെച്ചാൽ. അച്യുതാശ്രയാഹ, അത് അച്യുതനെയും ആശ്രയിച്ചു. അച്യുതൻ എന്നതിൽ ച്യുതിയില്ലാത്ത നാശമില്ലാത്തവനായ ശ്രീകൃഷ്ണ ഭഗവാനെയും അവർ ആശ്രയിച്ചു. എന്നും അവർ കൃഷ്ണനാണ് ഞങ്ങളുടെ ആശ്രയം, കൃഷ്ണനാണ് ഞങ്ങളുടെ നാഥൻ, കൃഷ്ണനുള്ളത് കൊണ്ട് ഞങ്ങൾ അനാഥരല്ല എന്നുള്ള ആ ഒരു ഭാവം എന്നും അവർ ചിന്തിച്ച് മനസ്സിൽ ഉറപ്പിച്ച ആളുകളാണ് പാണ്ഡവന്മാർ. അപ്പോൾ ഈ ബ്രാഹ്മണരെയും ധർമ്മത്തെയും അച്യുതനായ ഭഗവാനെയും ആശ്രയിച്ചവരായ യൂയം നിങ്ങൾ ക്ലിഷ്ടം ജീവിതം ന അർഹത, ക്ലേശപൂർണമായ ജീവിതം നിങ്ങൾ അർഹിക്കുന്നില്ല എന്ന് വെച്ചാൽ നിങ്ങൾക്കത് ചേരുന്നില്ല എന്നാണ് അർത്ഥം. അർഹിക്കുന്നില്ല, അർഹതി എന്നൊക്കെയുള്ള പദത്തിന് നമ്മൾ മറ്റ് മലയാളത്തിൽ നമ്മൾ പറയുന്ന സമയത്ത് അർഹിക്കുന്നില്ല എന്ന് വെച്ചാൽ അവിടെ അർത്ഥം വേറെയാണ്. യു ഡോണ്ട് ഡിസേർവ് എന്നുള്ള ഒരു അർത്ഥത്തിൽ നമ്മൾ എടുക്കാറുണ്ട്. പക്ഷെ അങ്ങനെയല്ല, ചേരുന്നില്ല, യോജിക്കുന്നില്ല എന്നാണ്. നത്വം ശോചിത അർഹസി എന്ന് ഗീതയിൽ പറഞ്ഞാൽ നീ കരയാൻ നിനക്ക് അർഹതയില്ല എന്നല്ല, കരച്ചിൽ നിനക്ക് യോജിക്കുന്നില്ല, കരയേണ്ട ആവശ്യമില്ല എന്നാണ് അവിടെ അർത്ഥം. അപ്പോൾ ആ വാക്കിൻ്റെ അർത്ഥം നമ്മളെപ്പോഴും പ്രത്യേകിച്ച് മനുസ്മൃതിയിലൊക്കെ ഉള്ള ചില ശ്ലോകങ്ങളുണ്ട്. എന്താണ്, സ്ത്രീ സ്വാതന്ത്ര്യം അർഹതി എന്നുള്ളതിലും ഈ അർഹതി എന്ന ആ പദത്തിൻ്റെ അർത്ഥം അതവർക്ക് ചേരുന്നില്ല, സ്വാതന്ത്ര്യം അവർക്ക് ചേർന്നതല്ല, ചേരുന്നില്ല, അത് ഒരു അനൗചിത്യമുണ്ട് എന്ന് അവിടെ നമ്മൾ അർത്ഥമെടുക്കാവുന്നതാണ് നമുക്ക്. കാരണം സ്ത്രീകൾക്ക് സ്വന്തമായി ഉപജീവനം ചെയ്യേണ്ട ഒരു അവസ്ഥ ഉണ്ടാകരുത്. അവരുടെ ഉപജീവനത്തിലുള്ള കാര്യം അവരുടെ ഭർത്താവ്, അവരുടെ അച്ഛൻ, അവരുടെ മക്കൾ ചെയ്തു കൊടുക്കണം എന്നാണ് ആ മനുവാക്യത്തിൻ്റെ അർത്ഥം. സാന്ദർഭികമായിട്ടാണ് അത് ഞാനിവിടെ ഓർമ്മിച്ചത്. യൂയം ക്ലിഷ്ടം ജീവിതം ന അർഹത, നിങ്ങൾ ക്ലേശം സഹിച്ച് ജീവിക്കാൻ അർഹരല്ല എന്ന് വെച്ചാൽ നിങ്ങൾ അങ്ങനെ ക്ലേശം സഹിക്കേണ്ട കാര്യമില്ലായിരുന്നു. കാരണം ക്ലേശം ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഭഗവാനെ ആശ്രയിക്കുന്നത്. ക്ലേശം ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ധർമാചരണം ചെയ്യുന്നത്. വിപ്രന്മാർ പറഞ്ഞു തരുന്നതായ വേദാദികളായ ശാസ്ത്രങ്ങളെ നമ്മൾ അനുസരിക്കുന്നത് ദുഃഖസന്തരണത്തിന് വേണ്ടിയിട്ടാണ്, ദുഃഖശമനത്തിന് വേണ്ടിയിട്ടാണ്. ഇങ്ങനെ ഈ 3 കാര്യങ്ങൾ ആശ്രയിച്ചവർക്ക് ദുഃഖം വരിക എന്ന് പറയുന്നത് ഒരു സമസ്യയാണ്. ദുഃഖം വരാൻ പാടില്ലായിരുന്നു, പക്ഷേ അങ്ങനെ വന്നു ചേർന്ന് കാണുന്നു. അപ്പോൾ വേറെ എന്താണ് പറയുക? അതിന് ഭീഷ്മരുടെ ഒരു കമൻറ്റ് ആണ് അഹോ കഷ്ടം, അഹോ അന്യായം എന്നാണ്. കഷ്ടമായിരിക്കുന്നു, അങ്ങനെ പാടില്ലാത്തതാകുന്നു, അന്യായമാകുന്നു. അന്യായം എന്നുള്ളതിൻ്റെ കൂടെ ആ എന്നുള്ള ഒരു ഉപസർഗം ചേർത്ത് അന്യായം, അതിൻ്റെ വിപരീതാർത്ഥം കിട്ടും. അപ്പോൾ അന്യായവുമായി ബന്ധപ്പെട്ടത് എന്നാണ് അന്യായം എന്ന വാക്കിൻ്റെ അർത്ഥം. ന്യായം, ന്യായമായിട്ടുള്ളത് എന്നർത്ഥം, ന്യായവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നത്. അപ്പോൾ ഇത് അന്യായവും കഷ്ടവുമാണ്. ഈ ധർമ്മത്തെയും ഭഗവാനെയും വിപ്രരെയും ബ്രാഹ്മണരെയും ആശ്രയിച്ച ആളുകൾക്ക് ഇത്രയും ദുഃഖം അനുഭവിക്കേണ്ടി വന്നു എന്നുള്ളത് ഒരു തരത്തിലും അതിനെ നമുക്ക് ന്യായീകരിക്കാൻ സാധിക്കില്ല, നീതീകരണമില്ല, അത് കഷ്ടവുമാണ്. അപ്പോൾ അവർ പ്രാരബ്ധങ്ങളെ അനുഭവിച്ചു എന്ന് വേണം കരുതാൻ വേണ്ടിയിട്ട്. പ്രാരബ്ധങ്ങൾ
ഏതോ കാലത്ത് ഏതോ ജന്മത്തിൽ നമ്മൾ ചെയ്ത പാപങ്ങളുടെ ഫലവും നമ്മൾ അനുഭവിക്കേണ്ടി വരും. ഏതെങ്കിലുമൊക്കെ പാപങ്ങൾ നമ്മൾ അറിഞ്ഞും അറിയാതെയും ചെയ്യുന്ന ഹിംസാധികാരങ്ങളൊക്കെ ഏതെങ്കിലും സമയത്ത് നമ്മൾ അനുഭവിക്കേണ്ടി വരും. അത് ഒരുപക്ഷെ ഒരുപാട് കാലം കഴിഞ്ഞിട്ട് ആയിരിക്കും അനുഭവിക്കുന്നത്, ചിലപ്പോൾ പെട്ടെന്നായിരിക്കും ചെയ്യും, നമുക്ക് പറയാൻ സാധിക്കില്ല. അപ്പോൾ പ്രാരബ്ധ കർമ്മത്തിൻ്റെ സ്വഭാവം നമുക്ക് ആർക്കും പറയാൻ സാധിക്കില്ല. അതുകൊണ്ട് അത്തരം ദുഃഖങ്ങൾ വരുമ്പോൾ കഷ്ടം എന്ന് പറയുക, വേറൊന്നും നമുക്ക് ചെയ്യാൻ സാധിക്കില്ല എന്നാണ് ഇവിടെ കാണിക്കുന്നത്. ഇപ്പോൾ അതാണ് 12ാമത്തെ ശ്ലോകം. അഹോ കഷ്ടമഹോ ന്യായം യദ്യൂയം ധർമ്മനന്ദന ജീവിതം നാർഹത ക്ലിഷ്ടം വിപ്രധർമാച്യുതാശ്രയാ. അടുത്ത ശ്ലോകം 13ാമത്തെ ശ്ലോകം. സംസ്ഥിതേ രഥേ പാണ്ഡവ പൃഥാ ബാലപ്രജാവധൂ യുഷ്മത്കൃതേ ബഹൂൻ ക്ലേശാൻ പ്രാപ്താ തോകവതീ മുഹോ. സംസ്ഥിതേ രഥേ പാണ്ഡവ പൃഥാ ബാലപ്രജാവധൂ യുഷ്മത്കൃതേ ബഹൂൻ ക്ലേശാൻ പ്രാപ്താ തോകവതീ മുഹു. സംസ്ഥിതേ അതിരഥേ പാണ്ഡവ പൃഥാ ബാലപ്രജാ വധൂഃ യുഷ്മത്കൃതേ ബഹൂൻ ക്ലേശാൻ പ്രാപ്താ തോകവതീ മുഹുഃ. ഇതാണ് പദച്ഛേദം. അന്വയിക്കാം. അതിരഥേ പാണ്ഡവ സംസ്ഥിതേ ബാലപ്രജാ വധൂഃ പൃഥാ തോകവതീ യുഷ്മത്കൃതേ ബഹൂൻ ക്ലേശാൻ പ്രാപ്ത. അർത്ഥവും വളരെ ലളിതമാണ്. അതിരഥേ പാണ്ഡവ സംസ്ഥിതേ, ഇവിടെ സപ്തമി വിഭക്തി പ്രയോഗിച്ചിരിക്കുന്നു. അതിൻ്റെ അർത്ഥം അതിരഥനായ പാണ്ഡു മുക്തിയെ പ്രാപിച്ച അല്ലെങ്കിൽ മരിച്ചുപോയ സന്ദർഭത്തിൽ എന്നർത്ഥം. അതിരഥനായ പാണ്ഡു, അതിരഥൻ എന്ന പദത്തിന് അനേകം മഹാരഥന്മാരെ യുദ്ധത്തിൽ തോൽപ്പിച്ചിട്ടുള്ളവനായ വീരപുരുഷനായ പാണ്ഡു സംസ്ഥയെ സ്വീകരിച്ച സമയത്ത്, മരണത്തെ സ്വീകരിച്ച സന്ദർഭത്തിൽ, ബാലപ്രജാവധൂഹു കുട്ടികളായ ചെറിയ ബാലന്മാരായിരിക്കുന്ന സന്താനങ്ങളോട് കൂടിയ വധു, ആ സ്ത്രീ ആയിരിക്കുന്ന പൃഥ കുന്തിദേവി, തോകവതി, തോക എന്ന് വെച്ചാൽ ബാലൻ എന്ന് തന്നെയാണ് അർത്ഥം, കുട്ടി. അപ്പോൾ ഈ 5 മക്കളോടൊപ്പം ഈ മക്കളോടൊപ്പം തന്നെ യുഷ്മത്കൃതേ ബഹൂൻ ക്ലേശാൻ പ്രാപ്ത, നിങ്ങൾക്ക് വേണ്ടി, നിങ്ങൾ 5 പേർക്ക് വേണ്ടി ബഹൂൻ ക്ലേശൻ വളരെയധികം ക്ലേശങ്ങളെ പ്രാപ്ത നേടി അല്ലെങ്കിൽ അനുഭവിച്ചു എന്നർത്ഥം. അപ്പോൾ പാണ്ഡു മഹാരാജാവ് ഈ കുട്ടികൾ ഉണ്ടായ ഉടനെ തന്നെ അദ്ദേഹം മരിച്ചുപോയി. കുന്തിദേവിയിൽ 3 മക്കൾ, മാദ്രിയിൽ 2 മക്കൾ, ഈ 5 മക്കൾ ജനിച്ചു. അദ്ദേഹത്തിന് സ്ത്രീ സംഘം, സ്ത്രീയുമായിട്ട് ശാരീരികമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഉടനെ മരണം സംഭവിക്കും എന്ന് കിംദമൻ എന്ന് പേരുള്ളതായ ബ്രാഹ്മണന്റെ ശാപം കൊണ്ട് അദ്ദേഹം, ഈ കിംദമൻ ഈ മാനിൻ്റെ രൂപം ധരിച്ചുകൊണ്ട്, പത്നിയും മാനിൻ്റെ രൂപം ധരിച്ചുകൊണ്ട് അവർ ഇണചേർന്ന് കൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ മാനനെ അദ്ദേഹം അമ്പ് ചെയ്ത് കൊല്ലുന്നത്. അതിൽ പുരുഷനായിരിക്കുന്ന ആ ബ്രാഹ്മണനെ അദ്ദേഹം കൊല്ലുന്നത്. മാനാണെന്ന് ധരിച്ചിട്ടാണ്. എന്നിരുന്നാലും അദ്ദേഹം മരിക്കുന്ന സമയത്ത് ഈ ബ്രാഹ്മണ പത്നി അദ്ദേഹത്തെ ശപിച്ചു. സന്താനാർത്ഥം അല്ലെങ്കിൽ ഭോഗസുഖത്തിന് വേണ്ടിയിട്ട് ഭാര്യയെ പ്രാപിക്കുകയാണെങ്കിൽ നിനക്കും മരണം ഉണ്ടാകട്ടെ എന്ന് ശാപം കൊടുത്തു. ആ ശാപത്തിൻ്റെ ഫലമായിട്ട് മാദ്രിയെ പ്രാപിക്കുന്ന സമയത്താണ് ഈ പാണ്ഡു മരണത്തിനിരയാകുന്നത്. അങ്ങനെ മരിച്ച സമയത്ത് ആ പാണ്ഡുവിൻ്റെ ഭൗതിക ദേഹത്തെ മാദ്രിയും പിന്തുടർന്ന് അഗ്നിയിൽ ചിതയിൽ ചാടി മരിക്കുകയായിരുന്നു. തൻ്റെ കുഞ്ഞുങ്ങളെ കൂടി കുന്തിദേവിയെ ഏൽപ്പിക്കുകയാണ്. അപ്പോൾ കുന്തിദേവിക്ക് വാസ്തവത്തിൽ ഭർത്താവ് മരിച്ചു, വൈധവ്യം വന്നു. അതോടൊപ്പം ഈ 5 മക്കളെയും സംരക്ഷിക്കേണ്ട ബാധ്യതയും വന്നു ചേർന്നു. കാട്ടിൽ അനാഥരാണ്. വാസ്തവത്തിൽ ധാരാളം മഹർഷിമാർ സഹായത്തിനുണ്ടായിരുന്നു. എങ്കിലും രാജകുടുംബത്തിൽ ജനിച്ച് എല്ലാ സുഖഭോഗങ്ങളോടും കൂടി ജനിക്കുകയും വലിയ ഒരു മഹാചക്രവർത്തിയുടെ, ലോകജേതാവായ ചക്രവർത്തിയുടെ ഭാര്യയായി തീർന്നിട്ടും കുന്തിദേവിക്ക് അനാഥത്വം, ചെറിയ പ്രായത്തിൽ വൈധവ്യമുണ്ടായി. കുട്ടികളെ കൊണ്ട് ധാരാളം കുട്ടികളെ കൊണ്ട് ദുഃഖം എന്ന് വെച്ചാൽ കുട്ടികൾക്കുള്ള ദുഃഖം അമ്മയുടെ ദുഃഖമായിട്ട് മാറുന്നതുകൊണ്ട് ആ കുട്ടികൾക്കുണ്ടായ പലതരം ദുഃഖങ്ങളെയും അനുഭവിച്ചു. ആ മക്കളെ വിഷം കൊടുത്ത് കൊല്ലാൻ ശ്രമിച്ചു, അഗ്നിക്കിരയാക്കി കൊല്ലാൻ ശ്രമിച്ചു, കള്ളച്ചൂത് കളിച്ച് അവരെ കാട്ടിലേക്ക് പറഞ്ഞയച്ചു, അവരെ പിരിഞ്ഞിരിക്കേണ്ടി വന്നു. ഇങ്ങനെ പല രീതിയിലുള്ള ദുഃഖങ്ങൾ
ഈ മക്കളെ കൊണ്ട് കുന്തി ദേവിക്ക് അനുഭവിക്കേണ്ടി വന്നു. അതും വീരനായ അതിരഥനായ ഒരു ചക്രവർത്തിയുടെ, പാണ്ഡു എന്ന് പറയുന്ന മഹാചക്രവർത്തിയുടെ പത്നിയായിട്ട് പോലും ആ കുന്തിക്ക് ജീവിത ദുഃഖങ്ങൾ, പ്രാരബ്ധങ്ങൾ ധാരാളം അനുഭവിക്കേണ്ടി വന്നു എന്നുള്ളതും കാരുണ്യം അർഹിക്കുന്ന കാര്യമാണ് എന്ന് ഭീഷ്മർ ഇവിടെ ഓർമ്മിക്കുകയാണ്. അതാണ് ഈ 13-ാം ശ്ലോകത്തിന്റെ അർത്ഥം. സംസ്ഥിതേ തിരഥേ പാണ്ഡൗ പൃഥാ ബാലപ്രജാവധൂ യുഷ്മത്കൃതേ ബഹൂൻ ക്ലേശാൻ പ്രാപ്താ തോകവതീ മുഹു. ബാക്കി ശ്ലോകങ്ങളെ നമുക്ക് അടുത്ത വീഡിയോയിൽ പരിചയപ്പെടാം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. നാരായണ 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 നാരായണ. ശ്രീകൃഷ്ണായ നമഃ.